മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. എന്നാൽ ആ കഥ എന്താണെന്ന് എത്ര പേർക്കറിയാം? മോഹൻകുമാർ വിവേകാനന്ദ് അഥവാ സൈനൈഡ് മോഹൻ 1963 ജനിച്ച ഇയാൾ 2003 മുതൽ 2009 വരെ 20 സ്ത്രീകളെയാണ് കർണാടകയിൽ കൊലപ്പെടുത്തിയത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന, ഡവറി കൊടുക്കാനില്ലാതെ വിവാഹം നടക്കാത്ത 22നും 35നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരുന്നു ഇയാളുടെ ടാർഗറ്റ്. താൻ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കാമെന്ന് ഓഫർ ചെയ്ത് മോഹൻകുമാർ അവരെ വലയിലാക്കി. വിവാഹശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് സൈനൈഡ് പിൽസ് നൽകി കൊല്ലുകയുമായിരുന്നു ഇയാളുടെ മോഡ് ഓഫ് ഓപ്പറാൻഡി. കൊല്ലപ്പെടുന്നവരെ ജ്വല്ലറി മോഷ്ടിച്ച് പിന്നീട് അവിടെ നിന്ന് കടക്കും. ദക്ഷിണ കന്നഡയിലെ ഒരു പ്രൈമറി സ്കൂൾ സ്പോർട്സ് അധ്യാപകനായിരുന്ന ഇയാൾ ബാങ്ക് ലോൺ ഫ്രോഡുകൾ പോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. 2009 22 വയസ്സുകാരിയായ അനിതയെ കാണാതായ കേസിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴാണ് ഇയാളുടെ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തുവരുന്നത്. അനിതയുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ മറ്റൊരു മിസ്സിംഗ് ആയ പെൺകുട്ടിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി. തുടർന്ന് ആ ഫോൺ ഉപയോഗിച്ച് ആളെ പോലീസ് ട്രേസ് ചെയ്തെടുത്തു. 2009 ഒക്ടോബർ 21 മോഹൻകുമാർ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് 8 സൈനൈഡ് ഗുളികകളും 4 മൊബൈൽ ഫോണുകളും അനിതയുടെ ആഭരണങ്ങളും കണ്ടെടുത്തു. അനിതയുടെ കൊലപാതകത്തിനു പുറമെ കാണാതായ മറ്റ് 17 പെൺകുട്ടികളുടെ കേസുകളും പോലീസ് റീഓപ്പൺ ചെയ്തു. 2013 അനിത കേസിൽ ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും 2017 കർണാടക ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറച്ചു. എങ്കിലും 2020 മറ്റൊരു മർഡർ കേസിൽ കൂടി ഇയാൾക്ക് ശിക്ഷ ലഭിച്ചു. ഈ ഞെട്ടിക്കുന്ന റിയൽ ലൈഫ് കഥയെ അടിസ്ഥാനമാക്കി 2025 ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ് എന്ന ഹിന്ദി സിനിമയും 2023 വിജയ് വർമ്മയുടെ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് വന്ന ദഹാദ് എന്ന ക്രൈം ത്രില്ലർ വെബ് സീരീസും വന്നിട്ടുണ്ട്.